ഹലോ, നമുക്കൊരു ഔട്ട്ഫിറ്റ് ഫ്രോം സ്ക്രാച്ച് ചെയ്യാം കേട്ടോ. വീണ്ടും 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 ഔട്ട്ഫിറ്റ് ഫ്രോം സ്ക്രാച്ച്. ഈ തുണി കാണുമ്പോൾ വിചാരിക്കും ഇതന്നെയല്ലേ നേരത്തെ ഒരു ഔട്ട്ഫിറ്റ് ഫ്രോം സ്ക്രാച്ച് ചെയ്തിട്ടതെന്ന്. പക്ഷെ അത് ഇതല്ല കേട്ടോ, അതിൽ ഇതറേ ഇതാ സാരിയുടെ ബാലൻസ് ഉള്ള തുണിയാണ്. ഇത് വെച്ച് എഗെയിൻ നമ്മൾ പ്ലീറ്റഡ് സ്കേർട്ട് ആൻഡ് ടോപ്പ് തന്നെയാണ് ചെയ്യുന്നത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രം. ഈ ഒരു നീല കരയുടെ കഷ്ണം എൻ്റെ അനിയത്തിക്ക് ഒരു പ്ലീറ്റഡ് സ്കേർട്ട് ആൻഡ് ടോപ്പ് തുന്നിയപ്പോൾ അതിൻ്റെ സ്കേർട്ട് പോർഷൻ്റെ തുന്നിയതിൻ്റെ ഹൈറ്റ് പോർഷനിൽ കര കട്ട് ചെയ്ത് വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇതിലേക്ക് മാച്ചിങ് ആണ്, അതുകൊണ്ടാണ് ആ തുണി എടുത്തതെന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കഷ്ണം തുണിയാണ് കേട്ടോ അത്. അപ്പോൾ ഈ ഒരു പ്ലേറ്റഡ് സ്കേർട്ടും ടോപ്പും ഞാൻ ചെയ്യണത് അമ്മയുടെ ഒരു ഫ്രണ്ടിൻ്റെ പേരക്കുട്ടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആ ബാലൻസ് ഉള്ള തുണി അത്രേ ഹൈറ്റേ കിട്ടുള്ളൂ, 1-2 വയസ്സായിട്ടുള്ള കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ 2 കഷ്ണം നമ്മൾ ജോയിൻ ചെയ്തിട്ട് ഇതിനെങ്ങനെ കോമ്പിനേഷനാക്കി എടുത്തിട്ടാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കര ജോയിൻ ചെയ്യാൻ പോണത് ജസ്റ്റ് ഈ കരയുടെ റോ എഡ്ജ് ഉണ്ടല്ലോ, തേരല്ലാത്ത മറ്റേ ഭാഗം, അതൊന്ന് മടക്കി തുന്നിയതിന് ശേഷം ഇതിലേക്ക് വെച്ചിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമുക്കത് ആദ്യം ആ ഒരു റോ എഡ്ജ് ഒറ്റൊരു മടക്കി തുന്നിയാൽ മതി, അങ്ങനെ തുന്നണം. പിന്നെ ഈ വീഡിയോയിൽ ഒരു ഫുൾ ഓൺ ട്യൂട്ടോറിയൽ ആയിരിക്കില്ല ആസ് യൂഷ്വൽ, എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇതിൽ പറഞ്ഞു പോകുന്നുണ്ടാവും കേട്ടോ. ഈ ഒരു പാവാടയുടെ തുണിയുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് 5.25 മീറ്റർ അല്ല, അതിൽ കുറവാണ്. ഞാൻ നമസിക്ക് എടുത്തപ്പോൾ കൃത്യം 5.25 മീറ്റർ മാക്സിമം തുണി എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഗ്ലൗസിനും ഇതിൻ്റെ പട്ടയ്ക്കൊക്കെ നമ്മൾ ഈ ഒരു ലെങ്ത്ത് പീസും തന്നെ കാണുന്നത് കൊണ്ട് അത് ഒഴിവാക്കിയിട്ട് ബാക്കി തുണിയാണ് പാവാടയുടെ ഇതിലേക്ക് വരിക കേട്ടോ. അതായത് ഏകദേശം ഒരു 4.5 മീറ്റർ തുണിയോളം പാവാടയിലേക്ക് എന്നാലും വരും. ഇതിപ്പോൾ ഞാൻ ആ ഒരു എഡ്ജ് തയ്ച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതിൽ വെച്ചിട്ട് ഈ ബോർഡറിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ അതിൻ്റെ ആ സാരിയുടെ അതിൽ ഓൾറെഡി ഉള്ള ബോർഡർ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇത് സ്റ്റിച്ച് ചെയ്യണത് കേട്ടോ. അതിനെ മറച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണില്ല. അതായത് ഇതൊരു ലെങ്ത്ത് എക്സ്റ്റൻഷൻ പോലെയാണ് ഈ കര ഇതിൽ വെച്ച് തയ്ക്കുമ്പോൾ വരിക. ആ തുണിയുടെ മീതേക്ക് അങ്ങനെ വെച്ച് തയ്ക്കല്ല. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഞാൻ ഇതാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് അത് പിന്നെ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ദെൻ ഞാൻ പ്ലീറ്റൊക്കെ സ്റ്റിച്ച് ചെയ്ത് അയൺ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്തിൻ്റെ അയൺ ബോക്സിനെ പൂക്കി പറയാതിരിക്കാൻ പറ്റില്ല, നല്ല അയൺ ബോക്സാണ് കേട്ടോ. നെക്സ്റ്റ് ബ്ലൗസിലേക്ക് വന്നിട്ടുണ്ട്. ആ ഗ്രീൻ കളർ തുണി എടുത്തിട്ട് തന്നെയാണ് നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നത്. സിമ്പിളായിട്ടുള്ള സ്ലീവ്ലെസ് ആയിട്ടുള്ള ബ്ലൗസാണ്, പ്രത്യേകതകൾ ഒന്നും തന്നെ ഇല്ല. അതിലേക്ക് നമ്മൾ ആകെ ചെയ്യാൻ പോകുന്നത് അതിൽ പിന്നെയും എനിക്ക് ബാക്കി കിട്ടിയ ഒരു കുഞ്ഞു കഷ്ണം ഞാൻ ഒരു ക്യാൻവാസിൽ ഒട്ടിച്ചെടുത്തിട്ട് ഹാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ആപ്ലിക് വർക്ക് ചെയ്തിട്ട് ഇതിൽ പിടിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് കാണുന്നുണ്ടാവുക ആപ്ലിക് വർക്ക് ചെയ്യുന്നതിൻ്റെ ആ ഒരു രീതിയും ഈ ഒരു ഡ്രസ്സിൻ്റെ ഒരു ഓവറോൾ വീഡിയോ ആണ് കേട്ടോ. ബാക്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യാനുണ്ട്, ആപ്ലിക് വർക്ക് ചെയ്യാനുണ്ട്, ബ്ലൗസിൻ്റെ താഴത്തേക്ക് ആ സാരിയുടെ കരഭാഗം വെച്ച് അടിച്ചു കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കരഭാഗമൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആപ്ലിക് വർക്കിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് ആ പീസ്. ഞാൻ ക്യാൻവാസ് ഒട്ടിച്ചിട്ടുള്ളത് എനിക്കത് കുറച്ച് കട്ടിയിൽ വേണമെന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. കാരണം അതൊരു ബ്രൊക്കേഡിൻ്റെ വളരെ ലോലമായിട്ടുള്ളൊരു പീസാണല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ തുന്നി കൊടുക്കുമ്പോൾ കുറച്ച് കനം ഉണ്ടെങ്കിൽ നന്നായിട്ട് ഇരിക്കുന്നുള്ളത് കൊണ്ട് ഞാൻ ഒരു ക്യാൻവാസ് ഷീറ്റിൽ വെച്ച് അയൺ ചെയ്തതിന് ശേഷം ആണ് ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് എന്ത് ഷേപ്പും കട്ട് ചെയ്യാം. എനിക്ക് പെട്ടെന്ന് കട്ട് ചെയ്യാൻ എളുപ്പവും തുന്നാൻ എളുപ്പവും ഹാർട്ട് ഷേപ്പ് ആയതുകൊണ്ട് ഞാൻ അത് കട്ട് ചെയ്തിട്ടുണ്ട്. സെൻറ്ററിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് നഖം വെച്ചിട്ടൊന്ന് ഇങ്ങനെ സ്കോർ ചെയ്തെടുത്തിട്ടുണ്ട്. സെൻറ്റർ മാർക്ക് ചെയ്യാൻ സ്കെയിൽ വെച്ചിട്ട് മാർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ മാർക്ക് ചെയ്യാം. ആൻഡ് ഈ ഹാർട്ടിൻ്റെ സെൻറ്ററും കൂടെ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് ഇതൊന്ന് അലൈൻ ചെയ്ത് വെച്ച് കറക്റ്റ് ഒന്ന് സെൻറ്റർ പിടിക്കുക. നമ്മൾ ഹാർട്ട് വയ്ക്കുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സെൻറ്റർ ഒന്ന് കണക്കാക്കിയിട്ട് സെൻറ്റർ വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ പശ ഒട്ടിച്ചിട്ട് ജസ്റ്റ് നമുക്ക് ആ സെൻറ്ററിൽ കുറച്ച് പശ ആക്കി കൊടുത്തിട്ട് ഇവിടെ ഒട്ടിച്ച് വെക്കാം. അങ്ങനെയാണെങ്കിലും മതി. ഞാൻ തൽക്കാലം ഇവിടെ നൂല് സൂചി എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ മാത്രം ലോങ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് അതിനെ തൽക്കാലത്തേക്ക് അവിടെ ഒന്ന് ഫിക്സ് ചെയ്യുന്നുണ്ട്. വലിയ സ്റ്റിച്ച് കൊടുക്കുക, കാരണം നമുക്കിത് അഴിച്ചെടുത്ത് കളയാൻ വേണ്ടിയിട്ടുള്ള സ്റ്റിച്ചാണ്. അപ്പോൾ അത് കണക്കാക്കിയിട്ട് കുറച്ച് ലോങ് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിൻ്റെ ഉദ്ദേശം നമ്മൾ ആപ്ലിക് വർക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് ഈ ഒരു ഹാർട്ട് ഷേപ്പിനെ തുണിയിലേക്ക് അറ്റാച്ച് ചെയ്ത് തുന്നിയെടുക്കുന്ന സമയത്ത് അത് അവിടെ തന്നെ ഇരിക്കണം. അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സെൻറ്ററിൽ കുറച്ച് ഫാബ്രിക് ഗ്ലൂ അപ്ലൈ ചെയ്ത് അതങ്ങനെ ഒട്ടിച്ച് വെച്ചാലും അത് അവിടെ തന്നെ ഇരിക്കും. ഞാൻ ഗ്ലൂ എടുക്കാൻ പോകാനൊക്കെയുള്ള മടിയുണ്ട്. ഞാൻ ഇപ്പം ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്താൽ മതി കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ക്ഷമിക്കുക കേട്ടോ. അപ്പുറത്തെ വീട്ടിൽ അലക്കൽ പരിപാടി എന്തോ ആണ്, അതാണ് ഈ ടപ്പേ എന്നുള്ള സൗണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഞാൻ ബാക്കിൽ ഒരു കെട്ടിട്ട് എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് അഴിച്ച് കളയാനുള്ള സ്റ്റിച്ചാണ് കേട്ടോ. ആ സെൻറ്ററിൽ ഇങ്ങനെ ലോങ് സ്റ്റിച്ച് എടുത്തത്. ഇനി നമുക്ക് ആപ്ലിക് വർക്ക് ചെയ്യാം. 2 ലൈനായിട്ടാണ് ത്രെഡ് എടുത്തിട്ടുള്ളത്. 1 ലൈനായിട്ട് എടുത്താലും മതി. ഞാൻ 2 ലൈനായിട്ട് എടുത്തിട്ടുണ്ടെന്ന് മാത്രം.
ഇനി ഇതാ അതിൻ്റെ ഈ അരികവശം ഉണ്ടല്ലോ, അരികവശം ഉള്ളിലേക്ക് മടക്കി വെച്ച് നമ്മളിങ്ങനെ സ്റ്റിച്ച് കാണാത്ത പോലെ തുന്നി തുന്നി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അത് തുന്നുമ്പോൾ നമ്മുടെ സ്റ്റിച്ച് പുറത്തേക്ക് കാണാത്ത രീതിയിൽ ആ ഒരു ഷേപ്പിനെ, എന്നാൽ അതിൻ്റെ റോ എഡ്ജ് ഈ ഒരു ഷേപ്പിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന പോലെ നമ്മളിങ്ങനെ ചെറുതായിട്ട് മടക്കി മടക്കി കൊടുത്ത് തുന്നി തുന്നി എടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ട് തുന്നുക. ഞാൻ ഇതിൻ്റെ ക്ലോസർ വ്യൂ എങ്ങനെയാണ് ചെയ്യണത് എന്നുള്ളത് കാണിക്കാം കേട്ടോ. വീഡിയോയിൽ കാണിക്കുന്ന പോലെ ആ ഒരു ഷേപ്പിൻ്റെ അരികു കണ്ടോ ഞാൻ ഉള്ളിലേക്ക് ഇങ്ങനെ വളച്ച് വയ്ക്കുന്നത്, അത് ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് ആക്കി കൊടുത്തിട്ട് നൂല് കുറച്ച് അടിയിൽ നിന്ന് കുത്തിയെടുക്കുക. അങ്ങനെ കുത്തിയെടുക്കുമ്പോഴാണ് എന്താണ് ആ സ്റ്റിച്ച് പുറത്തേക്ക് കാണാണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് ഈ ഹാർട്ടിനെ എന്ത് ചെയ്യണം, ഇവിടെ ഫിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ക്യാൻവാസ് വെച്ച് തുന്നിയിട്ടുള്ളത് കൊണ്ട് എനിക്കിത് തുണി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതിരിക്കാൻ എളുപ്പമാണ്. പക്ഷേ ഇത് കുത്തി തുന്നുന്ന ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതിപ്പോൾ ഇത്തിരി കട്ടിയുള്ളത് കൊണ്ട് ആ സൂചി ഇങ്ങനെ കുത്തി വലിക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് ക്യാൻവാസ് ഒട്ടിച്ചിട്ടോ ഒട്ടിക്കാതെയോ നിങ്ങൾക്കൊരു ഡിസൈൻ ആപ്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഷോളിലൊക്കെയാണ് ചെയ്യണതെന്നുണ്ടെങ്കിൽ അതിൽ ക്യാൻവാസ് ഒട്ടിക്കരുത് കേട്ടോ. ഇപ്പോൾ ജോർജറ്റിൻ്റെയോ ഷിഫോണിൻ്റെയൊക്കെ ഷോളാണെങ്കിൽ തുണി പ്ലെയിനായിട്ട് ഇപ്പോൾ പാശ വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് അരികെ ഇങ്ങനെ മടക്കി മടക്കി തുന്നി കൊടുക്കാം കേട്ടോ. ഞാൻ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് ഇത് ഫിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ബൗണ്ടറിയിൽ ഒരു ഗ്രീൻ കളറ്, ആ ഒരു എന്താണ് ആ ഒരു വാഴക്കൂമ്പ് പച്ച കളറ് ബീഡ് വെച്ചിട്ട് ഒരു ഔട്ട്ലൈനും കൂടെ തുന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കൂടുതൽ ഡെക്കറേഷൻസിലേക്ക് പോകുന്നില്ല. പിന്നെ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ കൊണ്ട് തന്നെ ഇത് അടിപൊളി ആയതുകൊണ്ട് ഇത് നന്നായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു ഭാഗം ഇപ്പോൾ തുന്നി കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗമാണ് ഇപ്പോൾ ഞാൻ തുന്നിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്കിത് കാണുന്നുണ്ടോ ഞാൻ എങ്ങനെ തുന്നുന്നത് എന്നുള്ളത്? കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു കേട്ടോ. അങ്ങനെ പതുക്കെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് വലിയാതെ, ഉള്ളിലുള്ള തുണി വലിയാതെ ശ്രദ്ധിച്ച് നമ്മളിത് ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ. തിരക്കൊന്നും കൂട്ടണ്ട, ഞാൻ വീഡിയോ സ്പീഡാക്കിയിരുന്നേ ഉള്ളൂ. ഞാൻ വളരെ പതുക്കെയാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. കയ്യിൽ വെച്ചിട്ടോ റിങ്ങിൽ ഫിക്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ താഴെ ടേബിളിൽ വെച്ചിട്ടോ എങ്ങനെയാണോ നിങ്ങൾക്ക് നന്നായിട്ട് വൃത്തിയിലത് ചെയ്യാൻ പറ്റണേ അതേപോലെ തുന്നിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ തുന്നി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഔട്ട്ലൈനായിട്ട് ബീഡ്സ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ടാണ് ഞാൻ ബീഡ്സ് തുന്നി കൊടുക്കാൻ പോണത് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാനിനി ഇതിൻ്റെ ബ്ലൗസിൻ്റെ ബാക്കിയുള്ള പണികൾ ചെയ്യുന്നുണ്ട്. അതിന് മുന്നായിട്ട് സെൻറ്ററിൽ നമ്മൾ ചെയ്ത് വെച്ച ആ ലോങ് സ്റ്റിച്ച് ഉണ്ടല്ലോ, അത് നമുക്ക് ആവശ്യമില്ല. ഇപ്പോൾ ഇതിൽ ഫിക്സ് ആയല്ലോ ഈ ഒരു ഹാർട്ട്. അപ്പോൾ ഈ ലോങ് സ്റ്റിച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ അഴിച്ചെടുത്ത് കളയുന്നുണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അതൊരു അഭംഗിയായിട്ട് അതിൽ കാണില്ലേ. നിങ്ങൾക്ക് ഈ സ്റ്റിച്ചിന് പകരം ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ആ ഡിസൈൻ ഒന്ന് ഫിക്സ് ചെയ്താലും മതി. നിങ്ങളുടെ യുക്തി പോലെ എടുക്കുക കേട്ടോ, എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യുക. അപ്പോൾ അത് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ഈ ബ്ലൗസിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്ത് ബാക്കിൽ ഓപ്പണൊക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ഞാൻ ബീഡ്സ് വർക്ക് ചെയ്യാനായിട്ട് പോണത് കേട്ടോ. അപ്പോൾ ഞാനിത് തുന്നാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ബീഡ്സ് തുന്നാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ടാണ് ചെയ്യണതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിങ്ങനെ നൂലിങ്ങനെ കുത്തിയെടുത്തിട്ട് ഒരു 2 ബീഡ് അല്ലെങ്കിൽ 3 ബീഡ് അറ്റ് എ ടൈം എടുത്ത് ബാക്കിലേക്കാണ് തുന്നി കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഹോൾ ഷേപ്പ്, ആ സർക്കംഫറൻസ് അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഗോൾഡൻ കളറോ, ഇതിപ്പോൾ ഒരു കോപ്പർ ഗോൾഡ് ഷെയ്ഡാണ്. ആ കളർ ബീഡ് എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഗ്രീൻ കളർ എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടബിൾ ആവണോ, അല്ലെങ്കിൽ എന്ത് ചെയ്താലാണോ നമ്മൾ ആ ചെയ്യുന്ന മോട്ടീഫ് കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നതെന്ന് വെച്ചാൽ അത് അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അതല്ലാതെ ഇതിലങ്ങനെ പ്രത്യേകിച്ച് ഒരു ആപ്ലിക് വർക്ക് ചെയ്യുന്നതിലോ ഒരു എംബ്രോയിഡറി ചെയ്യുന്നതിലോ ഒരു ബീഡ് വർക്ക് ചെയ്യുന്നതിലോ ഒന്നും പ്രത്യേകിച്ച് സ്ട്രാറ്റജി ഒന്നുമില്ല. നമുക്ക് എങ്ങനെയാണ് അത് ബ്യൂട്ടിഫുള്ളായിട്ട് അതിൻ്റെ ഔട്ട് വരും എന്നുള്ള ഒരു ഫീൽ കിട്ടുന്നത് ആ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും ട്രയൽ ആൻഡ് എററാണ്. പറ്റില്ല വെച്ചാൽ അഴിക്കുക, വീണ്ടും ചെയ്യുക, വേറെ ചെയ്ത് നോക്കുക. അല്ലാതെ ഭയങ്കര എന്താ പറയുക, എപ്പോഴും നമ്മൾ ചെയ്യണതെല്ലാം ശരിയായി വരണമെന്നൊന്നുമില്ല കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുക, പറ്റില്ല എന്ന് വെച്ചാൽ മാറ്റി ചെയ്യുക, അത് തന്നെ. അപ്പോൾ ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇനി കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാനത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് സ്കേർട്ടും ടോപ്പും കൂടിയിട്ടുള്ള ഒരു ലുക്ക്. ആ ഹാർട്ടും അതിൻ്റെ ആ ഒരു സൈഡിലുള്ള ബോർഡറൊക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഞാൻ വേസ്റ്റിൽ ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിൽ നോർമൽ ഹുക്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ബ്ലൗസിനൊക്കെ കൊടുക്കുന്ന ഹുക്ക്. ഇത് നല്ല രസമായിട്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്യണത്. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ നന്നായിട്ടോ. എനിക്കറിയാൻ ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ എന്നുള്ളത്. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അതിലേക്ക് വേണ്ടിയിട്ട് 1-2 ക്ലിപ്സ് എടുക്കാൻ വേണ്ടി ഞാൻ നോക്കിയപ്പോൾ ഒരു വെർട്ടിക്കൽ ക്ലിപ്പും കൂടെ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഈ ഒരു ബ്ലൗസിൻ്റെ താഴെ ഞാൻ വൈറ്റ് ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും സെയിം കളർ തന്നെ കൊടുക്കാനായിട്ട് നോക്കുക.
ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ എന്നുള്ളത് പറയാം. ഇതുപോലത്തെ ചെറിയ ചെറിയ ആപ്ലിക് വർക്ക്സ് ഒക്കെ ട്രൈ ചെയ്യുക. നിങ്ങൾ ഇതുവരെ ഈ വീഡിയോ കണ്ടെത്തിയിട്ടുണ്ട് എന്നിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് രണ്ടും ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഞാൻ നിർബന്ധം പറയണില്ല. നിങ്ങൾക്ക് എൻ്റെ കണ്ടൻറ്റ് ഭാവിയിലേക്കും ഉപകാരപ്പെടും, അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് ഈ കൈൻഡ് ഓഫ് കണ്ടൻറ്റ്സ് കാണാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്ത് ആ ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് വരും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാമോ.